ഇന്ന് ഏകദേശം 3:15 കൂടിയിട്ടാണ് എയർപോർട്ട് ജംഗ്ഷനിൽ ഭദ്ര ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയുടെ, അതായത് എയർപോർട്ടിൽ വിമാനത്തിലേക്ക് ആളുകളെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അത് ഏകദേശം 2 വർഷം മുമ്പാണ് ഈ കമ്പനിയുടെ, ഭദ്ര കമ്പനിയുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞ ഈ വാഹനങ്ങൾ 4ഓളം വരുന്ന ബസ്സുകൾ ഈ എയർപോർട്ട് ജംഗ്ഷന് സമീപമുള്ള പ്രദേശത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇന്നിതാ ഏകദേശം 3:15 കൂടി ഇതിന് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. മറ്റേ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാം, എയർപോർട്ടിൽ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങളും സാമഗ്രികളും ഒക്കെ തന്നെ ഈ പ്രദേശത്ത് കൂട്ടിയിട്ടിട്ടുണ്ട്. എങ്ങനെ ഇവിടെ തീ പടർന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത എപ്പോഴും വന്നിട്ടില്ല. ഈ സംഭവം നടന്ന ഉടനെ തന്നെ പരിസര പ്രദേശത്തുള്ളവർ എയർപോർട്ട് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും തുറന്ന എയർപോർട്ടിൽ നിന്ന് അതിവേഗം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി തീ അണയ്ക്കാൻ വേണ്ട ശ്രമങ്ങൾ നടത്തി. അതിന് പിന്നാലെ തന്നെ കോഴിക്കോട് നിന്നും മഞ്ചേരിയിൽ നിന്നും ഈ പ്രദേശത്തേക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്. എന്താണ് തീ പടരാൻ കാരണമെന്നുള്ളതിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. എന്തായാലും ഈ പ്രദേശത്തെ ആളുകളുടെയും ഫയർഫോഴ്സിൻ്റെയും ഒരു ഇടപെടൽ അത് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി ഫയർഫോഴ്സിൽ വിവരം അറിയിച്ച് പ്രദേശവാസികൾ തീ അണയ്ക്കാൻ വേണ്ടി എല്ലാ സഹായവും ഈ ഫയർഫോഴ്സിന് ചെയ്തു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് കാലങ്ങളായിട്ട് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. എയർപോർട്ട് മറിഞ്ഞത് തൊട്ട് നമുക്ക് അതിൻ്റെ മുന്നും ഓരോ പ്രവർത്തനങ്ങൾ, ഇവിടെ ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവിടെ നാട്ടുകാരുടെ ഇടപെടൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. എൻ്റെ വീട് ഇതിൻ്റെ ബാക്കിൽ തന്നെയാണ്. ഏകദേശം അവിടെ നിന്ന് വിളിച്ചൊരു 3 മണി ടൈമിലാണ് സംഭവിക്കുന്നത്. നല്ല പുക ഇതാകുന്നുണ്ട്. ഞങ്ങൾ ഫയർ സർവീസിലേക്ക് വിളിച്ചിരുന്നു എയർപോർട്ടിലേക്ക്. പക്ഷേ അവർ പറഞ്ഞ് കലക്ടർ ഓർഡർ കിട്ടണം എന്ന് പറഞ്ഞിട്ട് കുറേ ഡിലേ വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് വണ്ടികളും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫയർ സർവീസിൻ്റെ വണ്ടികൾ വന്നു, മഞ്ചേരി യൂണിറ്റിൽ നിന്ന് വണ്ടികൾ വന്നു. ശരിക്കും ഇങ്ങനെ അപകടം നടക്കുമ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മൾ എത്രയും പെട്ടെന്ന് എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഫയർ സർവീസ് യൂണിറ്റ് വരാറില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് ഇവിടെ കത്തി എങ്കിൽ പോലും എയർപോർട്ടിലത്തെ ഫയർ ടീം വന്ന് പെട്ടെന്ന് തീ അണക്കാനും അതോടൊപ്പം തന്നെ കോഴിക്കോട് മഞ്ചേരി ഭാഗത്തു നിന്നും എല്ലാ യൂണിറ്റുകളും വന്ന് അണച്ചു. തൊട്ടടുത്തുള്ള വീടുകൾക്കോ മറ്റോ പ്രയാസം ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ നാട്ടുകാരൊരു ഒരു സന്തോഷമുള്ള സംഗതി. എങ്കിൽ പോലും നമുക്ക് ഈ പ്രദേശത്ത് എത്രയും പെട്ടെന്ന് കൊണ്ടോട്ടി ഈ ഭാഗത്ത് ഏതൊരു ഫയർ റെസ്ക്യൂവിൻ്റെ ഒരു സംഗതി വേണം, യൂണിറ്റ് വേണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെ ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. എന്തായാലും തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏകദേശം 4ഓളം ബസ്സുകൾ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. 2 വർഷത്തോളമായി ഈ ബസ്സുകൾ ഇവിടെ തന്നെയുണ്ട്. കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം, ഭദ്ര കമ്പനിയുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ മാറ്റിയിട്ട ഈ ബസ്സുകൾ, പാസഞ്ചേഴ്സ് കോച്ചുകളാണ് കത്തി നശിച്ചിട്ടുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ടുള്ള പഠനം നടത്തിയതിന് ശേഷം മാത്രമേ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരൂ. വീഡിയോ ജേർണലിസ്റ്റ് ഷെഫീഖ് ഉർലായിക്കൊപ്പം റിപ്പോർട്ടർ വി സോണകൃഷ്ണ, ഇൻ റിപ്പോർട്ടർ തിരൂർ.